പിതാക്കന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് മതി. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? Has this been in your days or in the days of your fathers? ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഹൃദ്യമായി ഇടപെടണം. സ്വർഗീയമായ ഇരളപ്പാട് ഞങ്ങൾക്ക് തരണം. വചനത്തിലൂടി ദൈവത്തിന്റെ ആത്മാജങ്ങളോട് ഇടപെടുമാറാകണം. ചൈതന്യപ്പെടുത്തണം, ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ യോവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to mention a few things about the book of Joel. തെക്കേ രാജ്യമായ യഹൂദയില് BC 835 മുതൽ 796 വരെ ഭരിച്ചിരുന്ന യോവേശ് രാജാവിന്റെ കാലത്ത്, in the northern kingdom, during the reign of Joash, the king of Joash, ദേശവ്യാപകമായി ഒരു വെട്ടുക്കിളിയുടെ ആക്രമണം ഉണ്ടാകുകയും ദേശത്തുള്ള സകല വൃക്ഷലതാദികളും അവ തിന്ന് നശിപ്പിക്കുകയും ചെയ്തു. During the reign of King Joash, a group of locusts attacked the land. They all consumed all the grain fields of that land. അവരായിട്ട് അവരുടെ പിതാക്കന്മാരാകട്ടെ കണ്ടിട്ടില്ലാത്ത നിലയിൽ വലിയ മഹാക്ഷാമം ആ ദേശത്ത് നേരിടുകയുണ്ടായി. That time period, a great famine happened during that northern region of Judah. ഇസ്രായേൽ ഇന്നും ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്. Israel used to remember that. എന്നാൽ അവിടെ അന്ന് യഹൂദദേശത്ത് വെട്ടുക്കിളിയുടെ ആക്രമണം ഉണ്ടായി. അവരാകട്ടെ അവരുടെ പിതാക്കന്മാരാകട്ടെ കാണാത്ത തരത്തിലുള്ളതായ ഭീകരമായ ക്ഷാമം അന്ന് നേരിട്ടുവെങ്കിൽ, in that kingdom, even they or their fathers haven't seen such kind of things happened. ഇന്നാകട്ടെ നാം ആകട്ടെ നമ്മുടെ പിതാക്കന്മാരാകട്ടെ അവരുടെ പിതാക്കന്മാരാകട്ടെ കാണാത്ത നിലയിൽ ഈ കൊറോണ എന്നൊരു വൈറസ് ദേശവ്യാപകമായി ആഗോള വ്യാപകമായി വ്യാപരിച്ചിട്ട് COVID-19 എന്ന രോഗം ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. Similarly, during our time, even us or our forefathers haven't seen such a kind of days, such a kind of epidemic or a pandemic is happening currently due to COVID-19. നാം ഓരോരുത്തരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച വരെ നോക്കിയിരിക്കുക, പിറ്റേ ദിവസം 2 ദിവസത്തെ അവധി കിട്ടുമല്ലോ. During our time period, while we were in school, we were always looking forward to get a Friday because we will get 2 days of holidays. ശനിയാഴ്ച കൂടെ ചിലപ്പോൾ ഓവർ ടൈം ക്ലാസ് ഉണ്ടാകും. Usually on Saturdays also extra classes will be there. എന്നാൽ ഇന്നാകട്ടെ 1.5 വർഷമായി സകല വിദ്യാലയങ്ങളും ഒരുപോലെ അടച്ചിട്ടിരിക്കും. But currently we all know that for the past 1.5 years almost all educational system or all the schools and colleges are closed. നമ്മുടെ ഭാരതത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. Even in our land in Kerala, in India, the things are getting so worse. ഈ ലോക്ക്ഡൌണെന്നും ക്വാറന്റൈനെന്നും ഒക്കെ ഉള്ള പദപ്രയോഗം ഈ അടുത്ത നാളിലാണ് നമ്മൾ പഠിച്ചത്. In the most recent days, we tend to be familiar with the phrases like lockdown or quarantine. അതിന്റെ സ്വഭാവ സവിശേഷത ഈ അടുത്ത നാളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. The characteristics of what lockdown or quarantine, we tend to understand recently. ശക്തമായ നിലയിലുള്ളതായ ലോക്ക്ഡൌൺ നമ്മുടെ കേരളത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. A strong kind of lockdown is currently happening in the land of Kerala as well. ചിന്താഗതിക്കപ്പുറമായി മനുഷ്യര് അവരവരുടെ ഭവനത്തിൽ തന്നെ ഒതുങ്ങി കഴിയണമെന്നുള്ള നിബന്ധന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുക. The government was declaring people to stay inside their own houses enclosed. അതൊക്കെ ഇരിക്കട്ടെ, അതിനുപരിയായി ആയിരങ്ങൾ, പതിനായിരങ്ങൾ അല്ല ലക്ഷങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവ മരണത്തിന് വിധേയരായി തീരുവാനിടയായി തീർന്നു. Not only that, millions of people are leaving this world, especially from our land India itself. അത് ഭാരതം മാത്രമല്ല, ലോകവ്യാപകമായി മരണങ്ങൾ സംഭവിക്കുകയും ആയിരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിലപിച്ച് ദുഃഖിക്കുകയും മറ്റനേകർ പ്രാണവായുവിന് വേണ്ടി
അതെ ഓക്സിജൻ സിലിണ്ടർ അതെ സ്വീകരിച്ചുകൊണ്ട് വെന്റിലേറ്ററിലും അതുപോലെ ICUലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Millions of people are moving away from this land all around the world. And not only that, people are looking forward to get a gas cylinder of oxygen. People are suffering. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യോവേൽ യഹൂദദേശത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളാകട്ടെ നാം ആകട്ടെ നമ്മുടെ പിതാക്കന്മാരാകട്ടെ കണ്ടിട്ടില്ലാത്ത അനുഭവം ഇപ്പോൾ നേരിട്ടിരിക്കുകയല്ലയോ. Thousands of years back, this prophet Joel is proclaiming and asking, have you or your forefathers seen such kind of terrible things happened around us? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 4-ാം വാക്യത്തില് In the next 4th verse, it is saying like this. ആ പദം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. That phrase we usually tend to remember. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടില് തിന്നു, വിട്ടില് ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. That which the palmer worm hath left hath the locust eaten, and that which the locust hath left hath the cankerworm eaten, and that which the cankerworm hath left hath the caterpillar eaten. ഹല്ലേലൂയ. Amen. Hallelujah. ഇങ്ങനെ തുള്ളനും വെട്ടിക്കിളിയും വെട്ടിലും പച്ചപ്പുഴുവുമായി ദേശം നശിപ്പിച്ചിരിക്കുക. All these groups of locusts are consuming all the food of the land. എന്താണ് അതിന്റെ കാരണമെന്ന് 2-3 വാക്യങ്ങൾ താഴെ അതിന് 9-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. Let us look why all these things are happening. We can look in certain verses below in this chapter. ഭോജനയാകവും പാനീയയാകവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. The drink offering and the food offering is being away from the temple of the Lord. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. The priests of the Lord are being sorrowed. പഴയ നിയമ കാലഘട്ടത്തിൽ ആരാധനയ്ക്ക് സമാനമായ ശുശ്രൂഷയായിരുന്നല്ലോ യാഗങ്ങൾ. In the Old Testament period, sacrifices were happening similar to worship services. വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ആരാധന അറ്റുപോയ ഒരു കാലഘട്ടം. A period currently the worship is being away from houses as well as churches. ദൈവസന്നിധിയിൽ ഹൃദയം പകരാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം. Even in the presence of the Lord also, people are unable to submit their life as a sacrifice. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകലം വിട്ട് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ. In a nutshell, if I say, people are staying away or moving away and living a lifestyle without God. അയ്യോ, അതിന്റെ ഫലമായി സംഭവിച്ചത് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. We can see due to that what happened in the verse 10. We can see that. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. The field is laid waste, the land mourneth, for the grain is destroyed, the new wine is dried up, the oil languisheth. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ഈ വണ്ണമുള്ളതായ ന്യായവിധി എവിടെ സംഭവിച്ചുവെങ്കിലും പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു എന്തെന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. Even though that judgment happened during that time period, God a revelation from God that there is a solution. Chapter 2 verse 12 and 13 എന്ന് വായിച്ചേ. 2-ാം അധ്യായം 12-13 വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരുവി. Yet even now, saith the Lord, turn you unto me with all your heart, and with fasting, and with weeping, and with mourning. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ അനുതപിക്കുക. And rend your heart and not your garments, and turn unto Jehovah your God. നിങ്ങൾ അങ്ങനെ അനുതാപത്തോടു കൂടി തിരിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കൃപയും
കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ നിങ്ങൾക്ക് വേണ്ടി തിരിയും. If you repent like things for your evil behavior, then the Lord your God, He is a gracious and merciful, slow to anger and abundant in loving kindness, will turn back to you. നമുക്ക് നല്ല പ്രാർത്ഥനാ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാൻ അറിയാം. We all may know how well we can eloquently pray. നമുക്ക് പ്രസംഗിക്കാൻ അറിയാം. We know how to preach well. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അറിയാം. We know how to teach others. എന്നാൽ പലപ്പോഴും നമുക്കില്ലാത്തൊരു അനുഭവമാണ് അനുതാപവും കണ്ണുനീരും. But many times we lack a repentful heart and a prayerful attitude. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ചുള്ള കരച്ചില് കണ്ണുനീര് വളരെ വിലപ്പെട്ടതാണ്. If God wants to act on behalf of us, we tend to turn our attention back to God and come with weeping and praying. ബാഹ്യതലത്തിലുള്ള ഒരു അഭിനയവും ദൈവത്തിന് അതിനൊന്നും ദൈവം വില കൽപ്പിക്കുന്നില്ല. God is not looking at your physical appearance or physical actions outwardly. അനുതാപത്തോടെയുള്ള കണ്ണുനീര് വളരെ വിലപ്പെട്ടതാണ്. A heart with weeping or with a repentful heart, God is looking to your heart. വളരെ പണം ചെലവഴിച്ച് വലിയ ക്രൂസൈഡുകളും മെഗാ ക്രൂസൈഡുകളും വലിയ കോൺഫറൻസുകളും വലിയ സമ്മേളനങ്ങളും ഒക്കെ പലപ്പോഴും പല സംഘടനകളും സഭകളും നടത്താറുണ്ട്. A lot of organizations are conducting mega big crusades in the name of the God. എന്നാൽ ഒരുപാട് ബന്ധപ്പെട്ട് വർഷങ്ങളോളമുള്ള പരിശ്രമത്താൽ നടത്തപ്പെടുന്ന ക്രൂസൈഡുകളിലും കോൺഫറൻസുകളിലും പലതും കാണാനുണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് കാണാൻ കഴിയുന്നില്ല. But even though millions of dollars are being spent for such kind of big mega crusades, God is looking to one thing, and that one thing is lacking from all these big public crusades. അനുതാപവും കണ്ണുനീരുമാണ് കാണാൻ കഴിയാത്തത്. Repentance and a tearful and repentance and the cry from the bottom of our heart is missing from all these big mega crusades. പാപത്തെ കുറിച്ച് വലിയ ഭാരം ഉണ്ടായി ദൈവത്തോടും മനുഷ്യരോടും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചെയ്യുന്ന അനുഭവം ഇന്ന് പലപ്പോഴും ഇല്ല. We all are lacking the repentance of our sinful behavior, and we tend to come back with a repentance and with weeping and mourning. ശബ്ദപൂരിതമായ പല അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന നല്ല പ്രിയപ്പെട്ടവരെ, ഉണർവ് അനുതാപത്തോടെ എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാ ഉണർവെന്ന് പറയുന്നത്. Revival is not something related to the voices or the noises which we are making, but true revival is coming back to the Lord with a true and repentful heart. എന്റെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ മെത്തേഡ് ഞാൻ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. We have to follow the pattern of our Father Lord Jesus Christ. എന്റെ കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയാതന കഴിക്കുകയും സ്വർഗത്തിലെ ദൈവം തനിക്ക് അത് തന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. We are reading that our Lord Jesus Christ with a loud cry and with lamentation he cried out to the Father, and he heard and replied to him. നമ്മുടെ കർത്താവ് ഒരിക്കല് സോരന്റെ അതിര് വിട്ട് സീദോൻ വഴിയായി ദക്കപ്പോലി ദേശത്തിന്റെ നടുവിലൂടി ഗലീല കടൽപ്പുറത്ത് എത്തിച്ചേർന്നു. Our Lord Jesus was walking through Sor and Sidon, and he came to a land called Decapolis. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വേദവാക്യത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. We can see that in Matthew chapter 7 verses 31 onwards. വായിക്കാം. 7 chapter 7 31. അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിക്കനും ചകിടനുമായ ഒരുവനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. A person was being brought to Lord Jesus. He was a stammering person and he cannot hear. ഇവനെ സൗഖ്യമാക്കാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു. They requested Lord Jesus to pray over this man. കർത്താവ് പുരുഷാരത്തിന്റെ ഇടയിൽ അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. The Lord brought that person aside from the multitude. അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി.
എന്നിട്ട് കർത്താവ് അവന്റെ നാവിനെ തൊട്ടു. And he took him aside from the multitude privately and put his fingers into his ears and he spat and touched his tongue. അടുത്ത സെന്റൻസാ വളരെ ശ്രദ്ധിക്കേണ്ടത്. We have to look carefully verse 34 of Mark chapter 7. എന്റെ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി ആ വിക്കനും ചെകിടനുമായ വ്യക്തിയെ ദർശിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി എന്റെ കർത്താവ് നെടുവീർപ്പിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. We can see a phrase called, and our Lord Jesus looking up to heaven, he sighed. എനിക്കും നിങ്ങൾക്കും ദേശത്ത് വ്യാപരിക്കുന്ന ഈ രോഗബാധയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ, ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ എത്രത്തോളം എനിക്ക് നെടുവീർപ്പിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Let us examine ourselves and think that how much we can feel sorry towards all these things are happening around us by looking up to heaven. Praise the Lord. Amen. 12-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു. In Psalms chapter 12 there is a verse, എളിയവരുടെ പീഡയും ദരിദ്രരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. because of the oppression of the poor, because of the sighing of the needy, now I will arise. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം, Oppression of the poor and the sighing of the needy. എന്റെ നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരുണ്ടായിരിക്കട്ടെ, എന്റെ നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് നെടുവീർപ്പുണ്ടായിരിക്കട്ടെ, എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദീർഘശ്വാസം ഉണ്ടായിരിക്കട്ടെ. Whenever we pray, let us have a kind of deep need and have tears and also deep sigh before the presence of the Lord. ദൈവത്തിന് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുകയില്ല. At that time, God will never be able to stand up and act on behalf of you. നമ്മളെല്ലാം കുഞ്ഞുനാളിൽ പഠിച്ചൊരു വേദവാക്യം, യേശു കണ്ണുനീർ വാർത്തന്നു. From our old age, we all learned the shortest words of the Bible. Jesus wept. ഈ യേശു എപ്പോഴാ കരഞ്ഞത്? 1-2 പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വെച്ച് കർത്താവ് കരഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ദൈവവചനത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. In John chapter 11, we can see that Jesus, due to the birth of his beloved friend Lazarus, Jesus wept. But why did Jesus weep? Let us turn our attention to book of John. കർത്താവ് കരയാൻ കാരണം 33-ാം വാക്യ 11:33. John chapter 11 verse 33 shows why did Jesus cry. ഒന്ന് വായിച്ചു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. Praise the Lord. ഈ മാർത്ത കരയുന്നു, മറിയ കരയുന്നു. അവരോടുകൂടി വീട്ടിൽ നിന്ന് ഓടി വന്ന അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാരും കരയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വിഷയത്തിന് വേണ്ടി ഒരു സഭ മൊത്തം കരയുക. അത് കണ്ടപ്പോഴാ എന്റെ യേശുവിന്റെ ഉള്ളം വന്ന് യേശു കണ്ണുനീർ വാർത്തത്. Praise the Lord. When Jesus saw that Mary was crying, Martha was crying, and all the multitudes who accompanied them, they were all crying. By seeing that, his heart was broken. യഹൂദന്മാർ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കുന്ന ഈ മാർത്ത ഓടിയത്. പിന്നീടാണ് മാർത്ത എന്ന് മറിയയോട് പറയുന്നത്. സ്വകാര്യമായി വിളിച്ചു. അങ്ങനെ മാർത്തയും മറിയയും ഓടി. ഇവര് കല്ലറയ്ക്കൽ കരഞ്ഞ് തല കല്ലേൽ അടിച്ച് കരയാൻ പോകുന്നെന്ന് വിചാരിച്ച് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് വേണ്ടിയാ യഹൂദന്മാർ പുറകെ ഓടി വന്നു. Jews were accompanying the sisters because they were tend to beat their head on a stone and they start crying. In order to remove that process, Jews accompanied them. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നിച്ചൊരു വിഷയത്തിന് വേണ്ടി നെടുവീർപ്പിട്ട് കരയാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. My dear beloved members, if we are able to groan or if we are able to weep together in one accord, then our God will come down and will act on behalf of our prayers. പലപ്പോഴും നമ്മുടെ അഭിമാനം അതിനെ സമ്മതിക്കുന്നില്ലായിരിക്കാം. Many times maybe our അഭിമാനം, നമ്മുടെ അഭിമാനം, our pride, proud, maybe our pride may not allow us to submit before God. നമ്മുടെ ജോലി തിരക്കതിന് അവന് സമ്മതിക്കുന്നില്ലായിരിക്കാം. Maybe the busy schedule of our work schedule may not allow us to pray. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങൾ
അതിനെ സമ്മതിക്കുന്നില്ലായിരിക്കാം. Maybe our circumstances may not allow us to come in prayers. എന്നാൽ പരിശുദ്ധാത്മാവിൽ ജയമെടുത്ത് ഒന്നിച്ചൊരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ കരയാൻ കഴിയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. But if our Holy Spirit help us and come together in one accord, and if we start to cry out to Lord, God will act on our behalf. യോവേൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ യഹോവ എന്റെ ദൈവമെന്നാണ്. The meaning of the word Joel means the Lord is my God. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്നിച്ച ദൈവജനം കരയുവാൻ തക്കവണ്ണം പ്രവാചകനായ യോവേൽ അരുളി ചെയ്യുമ്പോൾ, When Joel is exhorting the whole people to come in one accord and start weeping, ഹല്ലേലൂയ, Amen, hallelujah, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. we can see God's hand over there. അതിന് 18 വാക്യം ഒന്ന് വായിച്ചേ. യോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 18. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. അങ്ങനെ യഹോവ തന്റെ ജനത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. Then the God jealous for his land and had pity on his people. ഹല്ലേലൂയ. Amen. ദൈവം തമ്പുരാൻ തീഷ്ണത കാണിച്ച് ജനത്തെ ആദരിച്ചു. God showed a zealous behavior and he saved that people. അതിന്റെ ഫലമായി സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്തോത്രം. Hallelujah. അതിന്റെ 24 വാക്യം. അങ്ങനെ കളപ്പുരകൾ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അടുത്ത വാക്യം. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നിങ്ങളുടെ കളപ്പുരകൾ നിറയും, ധാന്യം നിറയും, ചക്കുകൾ കവിയും. എണ്ണ കൊണ്ട് ചക്കുകൾ കവിയുവാൻ സംഗതി വരും. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അയച്ചിരിക്കുന്ന എന്നെ മഹാസൈന്യമായ വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരാകും. God is answering that people that he is going to restore them and he is going to provide them and he is going to heal them. അത്ഭുതകരമായി എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം മടങ്ങുകൾ മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. Whatever you may lose in your life, God is faithful to restore back. ഹല്ലേലൂയ. Hallelujah. എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും അതിന് പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. Whatever is happening in your life, God is able to do in accordance with his mercy. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം, സ്തോത്രം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടെ പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വൈതരണികളും വൈഷമ്യങ്ങളും നേരിട്ടുവെങ്കിലും ഞാനും നിങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മഹാത്ഭുതമാണ്. Even though a lot of difficulties are happening around us, we all are being saved because this is a great wonder. ഞാനും നിങ്ങളും ഇന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് തൊട്ടടുത്ത പ്രവാചകനായ ആമോസ് പറയുന്നുണ്ട്. The next prophet in the next book, in the book of Amos, he is stating why we are being saved from this calamity. അതിന് 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കണേ. Amos chapter 4 verse 11. യഹോവയുടെ അരുളപ്പാട്, ദൈവം സോദോമിനെയും ഗൊമോരയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കുത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. Praise the Lord. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരിക്കുന്നു. You are or you were as a log plucked out of the burning bush. ദൈവം സോദോമിനെ ഗോമോരെ ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ ദേശത്തൊരു വലിയ നാശം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ
നിങ്ങൾ ഓരോരുത്തരും തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ ആയിരിക്കുന്നു. I have overthrown cities among you, as when God overthrew Sodom and Gomorrah, and you were as a log plucked out of that burning. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ വഴുതി മാറി. In Psalms, in the book of Psalms, we can see a bird was escaped from his. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയം, എങ്കിലും നിങ്ങൾ യഹോവയിലേക്ക് മടങ്ങി വരുന്നില്ല. But we can see here in the book of Amos, God delivered them, God plucked out them from that fire, but still they are not returning to ഈ God. 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കണ്ടൻസോട് ഓർപ്പിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to let you know the summary of the 4th chapter as well. And verse 6 and 7 ഒന്ന് വായിച്ചേ. 4th chapter 6 and 7. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെയും കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കണേ. Praise the Lord. Hallelujah. And also I have given you cleanness of teeth in all your cities and want of bread in all your places, yet you have not returned unto me. അപ്പത്തിന് കുറവും അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും നിങ്ങൾക്ക് അപ്പത്തിന് കുറവ് സംഭവിച്ച വലിയ ക്ഷാമം നേരിട്ടു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നില്ല. Even though I sent a famine among you, you haven't returned to me. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റൊരു പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. ഒരു ഖണ്ഡത്തിൽ മഴ പെയ്തു, അടുത്ത ഖണ്ഡത്തിൽ മഴ പെയ്യാതിരിക്കുന്നു. ഈ 2-3 പട്ടണങ്ങൾ വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ചെന്നു, എന്നിട്ടും ദാഹം തീർന്നില്ല. വലിയ ആദ്യം ക്ഷാമം, പിന്നെ വരൾച്ച. അടുത്ത സെന്റൻസ് ഇതാ, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. God has been sending famine and drought, many things, but still the verse is stating that yet you have not returned to me. Hallelujah. Amen. Hallelujah. അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്, Hallelujah. ഞാൻ നിങ്ങളെ വെൺകതിര് കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും ഈ മുന്തിരി പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നു കളഞ്ഞു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നില്ല. The next verse is saying that God has been continuing to destroy them by sending different things, but yet they are not returning back to God. 4-ാമത്തെ ന്യായവിധി, The 4th judgment was, അതെ, മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. നിങ്ങളെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ പാളയത്തിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. I have sent among you the pestilence after the manner of Egypt. Your young men have I slain with the sword, yet have you not returned unto me. ഒന്നിനു പുറകെ മറ്റൊന്ന്, അതിനു പുറകെ മറ്റൊന്ന്, അതിനു പുറകെ മറ്റൊന്ന്. One after another, God has sent different pestilences or different problems, but yet they are not returning back to God. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Yet they have not returned back to God. നമുക്ക് തിരിയേണ്ട പോലെ തിരിഞ്ഞാൽ നമുക്ക് വേണ്ടി സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ദൈവം നമുക്ക് വേണ്ടി തിരിയുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. We have to understand that if we truly repentfully turn back to God, God will act on our behalf. അതുകൊണ്ട് വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവസഭയിൽ നെടുവീർപ്പിട്ട് നമുക്ക് കരയാം. So let us break not our garments, let us break our heart and turn our attention back to God and start praying. ദൈവം നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, തലമുറയുടെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതെ, കുടുംബത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, സഭയുടെ വിഷയമായിക്കൊള്ളട്ടെ, ദേശവ്യാപകമായി വ്യാപരിക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, എന്തിനും ഏത് വിഷയത്തിനും പരിഹാരം വരുത്തി നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. Our God is a God who is faithful and merciful. Whatever the problems currently you are facing, He is faithful to restore everything back to you. സമയം തീർന്നിരിക്കുന്നു. ഒരു വാക്യം കൂടെ മാത്രം വായിച്ചാൽ അവസാനിപ്പിക്കാം. പ്രവാചകനായ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 51-ാം അധ്യായം 45-ാമത്തെ വാക്യം കൂടെ. The book of Jeremiah chapter 51 verse 49.
ഇസ്രായേൽ നിഹതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു. 51:45 Sorry, 51:45. എന്റെ ജനമേ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. എന്റെ ജനമേ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീ. My people, go you out of the midst of her. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിങ്ങൾ ഓരോരുത്തൻ താന്റെ വഴിക്ക് ഓരോരുത്തൻ താന്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുക. And save yourselves, every man, from the fierce anger of Jehovah. 51:46 വായിച്ചു. 51:46. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, ഭയപ്പെടുകയും അരുത്. Hallelujah. ദേശത്ത് കേൾക്കുന്ന ഒരു വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും അടുത്ത ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോഴും Amongst us in the land, a tiding, in 1 year one tiding, and the next year another tiding. When you hear that, അധിപതിയായവന് വിരോധമായി എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ one violence will happen in your land. സാഹസകൃത്യങ്ങൾ ദേശത്ത് പെരുകുമ്പോൾ Evil things will start to rise up in your land. നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. Let your heart not be troubled. നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. Do not be afraid. യഹോവയിൽ ആശ്രയിക്കുക. Put your trust in the God. Praise the Lord. Hallelujah. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് സംഭവിക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. The word of the God very clearly is saying that in 1 year one tiding, and the another year another tiding will come after another, but your heart should not be troubled. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നുള്ള വചന അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുകയാണ്. We are hearing the rumors of the war, and literally it is happening currently. ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ നിരൂപണത്തിനും നമ്മുടെ അറിവിനും അപ്പുറമാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. We have to think that the war between Israel and Palestine is above and beyond what we currently understand or think. ഇതെല്ലാം നമ്മുടെ പ്രാണപ്രിയൻ ആകാശമേഘത്തിൽ കോടാനുകോടി ദൂതനുമായി തന്റെ വിശുദ്ധന്മാരെ സ്വീകരിപ്പാൻ വരുവാനുള്ള സമയം ആസന്നമായി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. All these events are showing that our Father's coming, second coming is very near. നമുക്ക് സന്തോഷത്തോടെ ഒരുങ്ങാം, നമുക്ക് ഉണരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Let us all be prepared and move forward. Let our God be helped.